എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയെ എത്തിയിരിക്കുന്നത് ഗോപാൽ കൃഷ്ണൻ IPS ആണ്, ഏജ് റിട്ടയർഡ്. സർ നമസ്കാരം. നമസ്തേ. വന്ദേ മാതരം. നമസ്തേ സർ. സർ, ശശി തരൂരാണ് ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വാർത്തകൾ വരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രസംഗികരിൽ ഒരാളാണ് ശശി തരൂർ. അദ്ദേഹം അമേരിക്കയിലും പനാമയിലും ഒക്കെ വിവിധ രാഷ്ട്രങ്ങളിൽ പോയി സംസാരിക്കുന്ന വീഡിയോകൾ, അദ്ദേഹത്തിന്റെ ഭാഷാശുദ്ധി, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തെ എതിർക്കുന്ന കോൺഗ്രസിനെയും നമുക്ക് കാണുന്നുണ്ട്. സാർ ഈ വിഷയങ്ങളെല്ലാം വളരെ കീനായി ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. എന്താണ് സാറിന് ഇപ്പോൾ ശശി തരൂരിനെ കുറിച്ച്, ശശി തരൂരിന്റെ ഒരു സൂപ്രമസിയെ കുറിച്ച് പറയുന്നത്? തരൂർജിയെ പറ്റി നമ്മുടെ മീഡിയയിലൊക്കെ ചാനലിലുമൊക്കെ പലതുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ തരൂർജിയെ പറ്റി ഒരു ഇൻട്രഡക്ഷൻ ആരും കൊടുത്തിട്ടില്ല. നമ്മുടെ മലയാളികളെങ്കിലും അറിയാമായിരിക്കും പലർക്കും. എന്നിരുന്നാലും നമുക്കത് അദ്ദേഹത്തിനെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താണ് വെളിയിൽ പോയി ചെയ്തു എന്നുള്ളത്. ഇവിടെ നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ നമ്മുടെ ചില നാട്ടുകാരൊക്കെ പറയുന്നത് തിരുവനന്തപുരം ഭാഷയിൽ മറ്റേ ഡയലക്റ്റിൽ അങ്ങേര് UN-ലൊക്കെ എന്തിരോ ഒക്കെ ആയിരുന്നു. അങ്ങനെയല്ല, നമുക്കത് അദ്ദേഹം എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയണം. തരൂർജി 1978 ആണ് യുണൈറ്റഡ് നേഷൻസിൽ P1 എന്ന പോസ്റ്റിൽ UNHCR ജനീവയിലാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. ഈ നമ്മുടെ ഇന്ത്യയിൽ ദ സോ കോൾഡ് സിവിൽ സർവീസ് IAS, IPS, IFS, IAS ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം അത് കിട്ടിയ രക്ഷപ്പെട്ട് ജമ്മൻ രക്ഷപ്പെട്ട് എന്ന് വിചാരിച്ച് നടക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. പക്ഷെ അതിനേക്കാളും എല്ലാം മുകളിലാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഈ P1 സെലക്ഷൻ. അപ്പം അതിൻ്റെ സാലറി എന്ന് വെച്ചാൽ USA ഏകദേശം ഈ ടൈപ്പിലുള്ള ഓഫീസേഴ്സിന് USA എത്രയാണ് സാലറി അതിൻ്റെ മുകളിലാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു P1 പൊസിഷനിലുള്ള ഒരാൾക്ക് P1 കിട്ടിയാൽ സെലക്ഷൻ കിട്ടും. ഡയറക്റ്റ് സെലക്ഷനാണ് P1. ഇപ്പോൾ IAS, IPS പോലെ ഡയറക്റ്റ് സെലക്ഷനിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തത്. അപ്പം ഏകദേശം 6 lakhs rupees നമുക്ക് കിട്ടും. 6 lakhs rupees. പിന്നെ എവിടെയാണോ ജോലി ചെയ്യുന്ന, അമേരിക്കയിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും ടാക്സ് യുണൈറ്റഡ് നേഷൻസ് കൊടുക്കും. അപ്പോൾ സാലറി വീട്ടിൽ കൊണ്ടാണ്, ഒരു പൈസ പോലും ചിലവഴിക്കണ്ട. അപ്പോൾ അതാണ് ഇറ്റ്സ് എ വെരി കവറ്റഡ് പൊസിഷൻ. എനി കവറ്റഡ് പോസ്റ്റ് എനി യൂത്ത്സ് ക്യാൻ ആസ്പയർ ഫോർ. അപ്പോൾ അതാണ് അദ്ദേഹം അടിച്ചെടുത്തത് ഡയറക്റ്റ് സെലക്ഷനിൽ. P1 കയറിയിട്ട് P2, P3, P4, P5 ഇങ്ങനെ 5 പൊസിഷനുണ്ട്. P5 സീനിയർ പൊസിഷനാണ്. 15 വർഷം ആകുമ്പോഴാണ് P5 കിട്ടുന്നത്. അത് കഴിഞ്ഞ് D1 ഡയറക്ടർ, ദെൻ D2. ഇതെല്ലാം അദ്ദേഹം സംഘടിപ്പിച്ചിട്ട് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജനറൽ, പിന്നെ അണ്ടർ സെക്രട്ടറി ജനറൽ, പിന്നെ ദ അൾട്ടിമേറ്റ് സെക്രട്ടറി ജനറൽ. മറ്റേ കൊറിയൻ ബാൻ കി മൂൺ എഗൻസ്റ്റായിട്ടാണ് അദ്ദേഹം തോറ്റെന്ന് പറയാൻ ആക്കില്ല. അദ്ദേഹം പിൻവലിഞ്ഞു. അദ്ദേഹമാണ് ജയിക്കേണ്ടിയിരുന്നത്. അദ്ദേഹത്തിനാണ് അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ജയിച്ചേനെ. പക്ഷേ USA പാരവെച്ചു. ജോൺ ബോൾട്ടൺ എന്ന് പറഞ്ഞ ഒരു ഡിപ്ലോമാറ്റ് ഉണ്ട് USA-യുടെ. അദ്ദേഹം അത് പുറത്ത് ഓപ്പണായിട്ട് പിന്നെ പറഞ്ഞു അദ്ദേഹമാണ് ജയിക്കേണ്ടിയിരുന്നത്. പക്ഷേ അമേരിക്കയുടെ അന്നത്തെ പോളിസി കാരണം നമുക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇത്രയും ബുദ്ധിയൊക്കെ ഉള്ള ഒരു സെക്രട്ടറി ജനറലിന് അമേരിക്കയ്ക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അത് ശരിയാണ്. മറ്റേ ആൾ ചുമ്മാ അവിടെ വന്നിരുന്ന് അതുപോലുള്ള ഒരാളായിരുന്നു US-ന് ആവശ്യം. പക്ഷേ US അന്ന് ഇന്ത്യക്കും അഗൻസ്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടാതെ പോയത്. പിന്നെ അദ്ദേഹം പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലെ സ്കൂൾസിലെ കോളേജിലെ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ലാസ്റ്റിലെ
മസാച്യുസെറ്റ്സിലെ ഫ്ലച്ചർ സ്കൂൾ ഓഫ് ലോ ഇറ്റ്സ് വെരി റെപ്യൂട്ടഡ് സ്കൂളാണ്. അവിടെ പോയാണ് അദ്ദേഹം ഫർദർ ഹയർ സ്റ്റഡീസ് നടത്തിയത്. അവിടുത്തെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഫ്ലച്ചർ സ്കൂളിലെ 22 വയസ്സിൽ ഡോക്ടറേറ്റ് എടുത്ത 2 വർഷം കൊണ്ട് മറ്റോ ഡോക്ടറേറ്റ് എടുത്തു. ഞാൻ കേട്ടിട്ടില്ല 2 വർഷം കൊണ്ട് ഡോക്ടറേറ്റ് എടുക്കും. പക്ഷെ അദ്ദേഹം 2 വർഷം കൊണ്ട് ഡോക്ടറേറ്റ് എടുത്ത് റെക്കോർഡ് ഇട്ടു. അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് തന്നെ ഇൻ്റർനാഷണൽ പോളിറ്റിക്സ് ആൻഡ് ഡിപ്ലോമസി, അതിലാണ് മറ്റാണെന്ന് തോന്നുന്നു ഡോക്ടറേറ്റ് എടുത്തത്. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത് തന്നെ എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. അതിൽ അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഈ P1 പോസ്റ്റിൽ കിട്ടുന്നത്. പിന്നെ അദ്ദേഹം 18 ബുക്ക് എഴുതിയിട്ടുണ്ട്. വളരെ വൈഡ്ലി വെൽ റെഡ് ആയിട്ടുള്ള ബുക്കാണ്. ഇൻ്റർനാഷണൽ എലൈറ്റ് ക്ലാസിൻ്റെ ഇടയിൽ. പിന്നെ ഞാൻ പറയും അത് ശരിയാവണമെന്നില്ല, തെറ്റായിരിക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം കാണിച്ച ഒരു മിസ്റ്റേക്ക്, അദ്ദേഹം തിരിച്ച് ഇന്ത്യയിൽ വന്നതാണ്. അദ്ദേഹം ഇന്ത്യയിൽ വി ഡോണ്ട് ഡിസർവ് ഹിം. ഞാൻ അദ്ദേഹത്തിൻ്റെ പോളിറ്റിക്സിനെ പറ്റിയൊന്നുമല്ല സംസാരിക്കുന്നത്. പക്ഷേ ഇത്രയും കപ്പാസിറ്റിയുള്ള ഇൻ്റർനാഷണലി പിന്നെ അദ്ദേഹത്തിൻ്റെ ആ വോയിസ് എന്ന് പറഞ്ഞാൽ അതിന് ബാരിട്ടോണ്ട് വോയിസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള വോയിസുള്ള ആൾ, അതൊക്കെ നല്ല പവർഫുള്ളായിട്ടുള്ള ആൾക്ക് ദൈവം കൊടുക്കുന്ന ഒരിതാണ്. വോയിസൊക്കെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ വോയിസ് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു വോയിസ്, പിന്നെ ബ്യൂട്ടിഫുൾ പ്രസൻറ്റേഷൻ, ഗ്ലിപ് ടങ്, അങ്ങനെ ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ അദ്ദേഹത്തെ തിരിച്ചറിയാൻ മോഡിജിയെങ്കിലും അവസാനം അദ്ദേഹത്തെ, മോഡിജിയും ജയശങ്കർജിയും ഒക്കെ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പം അംഗീകാരങ്ങൾ കൊടുത്തു തുടങ്ങി. ഇവിടെ ഈ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളുടെ പടലപ്പണക്കങ്ങളുടെ ഇത്ര ഒരു പ്രഗത്ഭനായിരുന്നു അദ്ദേഹം നമ്മൾ പോലും തിരിച്ചറിയുന്നില്ലെന്നുള്ളതാണ്. അത് എന്ത് ചെയ്യാം, ഐ ആം ആൻ അപൊളിറ്റിക് മാൻ. എന്നാലും നല്ല കാര്യം ആര് ചെയ്താലും ഏത് പാർട്ടി ചെയ്താലും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും, ഞാൻ പറയും. അപ്പോൾ അതിനകത്ത് പെരുന്തച്ചൻ കോംപ്ലക്സ് ആയിരിക്കും എന്നല്ല, ആണ്. ഈ ഇത്രയും കപ്പാസിറ്റിയുള്ള ഒരാൾ പ്രതിപക്ഷ നേതാവായിട്ട് വന്നിരുന്നെങ്കിൽ, എൻ്റെ അഭിപ്രായമാണ്, പ്രതിപക്ഷ നേതാവായിട്ട് വന്നിരുന്നെങ്കിൽ ഒരു ഹെൽത്തി ഡെമോക്രസിക്ക് മുതൽക്കൂട്ടായന്. ഈ ചുമ്മാ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം പറയുന്നതല്ല പ്രതിപക്ഷം. ഹെൽത്തി വെളിയിലൊക്കെ രാജ്യങ്ങളിൽ ഹെൽത്തി ഡെമോക്രസി ഉള്ളിടത്തൊക്കെ നമ്മൾ കാണുന്നത് ആവശ്യമുള്ള കാര്യത്തിന് മാത്രം. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ വിഷയത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തൊരു മെച്യൂർഡ് ആൻഡ് വെൽ മെഷേർഡ് അസസ്ഡ് ഒപ്പീനിയൻസാണ്. അത് അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല, അദ്ദേഹം ബീങ് ആൻ ഇന്ത്യൻ. പക്ഷെ നമ്മുടെ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഞാനൊരു പാർട്ടിയും കുറ്റം പറയുന്നതല്ല, നമ്മളെ രാജ്യം ഒരു വലിയ ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ, ഇതുപോലെ ഒരു വാർ സിനോറിയോയിൽ നിൽക്കുമ്പോൾ, ഇത് ഒരു 10-15 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ കുറ്റം പറയും, ബോംബ് ചെയ്തിട്ട് വന്നാൽ പറയും എവിടെ എവിഡൻസ്, അല്ലെങ്കിൽ അവരെ താർത്തിട്ട് വരുമ്പോൾ എവിടെ എവിഡൻസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ ഇൻ്റർ സർവീസ് ഏജൻസി ISIയും പാകിസ്ഥാനിലെ പ്രതിപക്ഷവും ഭരണകക്ഷിയും ഇത് കോട്ട് ചെയ്ത് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അപ്പോഴും എന്നും. അത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമാണ് തരൂർജി. അപ്പോൾ എങ്ങനെയൊക്കെയുള്ള മൾട്ടി ഫേസറ്റഡ്, ഗ്ലിപ് ടങ്, ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ റെക്കഗ്നൈസ് ചെയ്ത് വന്നപ്പം ബെറ്റർ ലേറ്റ് ദാൻ നെവർ, ഇപ്പോഴെങ്കിലും അദ്ദേഹത്തെ റെക്കഗ്നൈസ് ചെയ്തല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. സർ, ശശി തരൂർ അമേരിക്കയിൽ നടത്തിയ ഒരുപാട് പ്രഭാഷണങ്ങൾ, അത് മാത്രമല്ല അദ്ദേഹം എന്താണ് അവിടെ ചെയ്യുന്നതെന്നൊരു കോമൺ മാൻ്റെ ഒരു ചോദ്യം ഞാൻ താങ്കളോട് ചോദിച്ചാൽ എന്താണ് പറയാൻ? ഈ ശശി തരൂർ സാറിൻ്റെ സ്പീച്ച്, OICയുടെ സ്പീച്ച്, പിന്നെ ഈ 8 ടീം പോയി നമുക്ക് വെളിയിൽ സിന്ദൂർ ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് ഞാൻ പറയും. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഗതിയെ നമുക്കില്ലായിരുന്നു. പിന്നെ നമ്മൾ പറയും
നമ്മൾ അവിടെ ബോംബ് ചെയ്തു, ബാലാക്കോട്ട് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. വേർ ഈസ് ദ എവിഡൻസ് എന്നാണ് പാകിസ്ഥാനും ഇന്ത്യക്കകത്തുള്ളവരും പുറത്തുള്ളവരും ഒക്കെ ചോദിക്കുക. അപ്പോൾ നമുക്കൊന്നും കാണിക്കാനൊന്നുമില്ല, ചെയ്തത് സത്യമാണ്. അപ്പോൾ അതിന്ന് വിഭിന്നമായി നമ്മൾ വെളിയിലത്തെ ഇൻ്റർനാഷണൽ വേൾഡ് ഗ്ലോബ് അതെ ഇൻ്റർനാഷണൽ വേൾഡ് നമ്മൾ ധരിപ്പിക്കുക. മറ്റുള്ള രാജ്യങ്ങളിലെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് മാത്രം പോരാ, അവിടെയുള്ള മീഡിയയും കൂടെ കയ്യിലെടുക്കണം. അപ്പം ഞാൻ ഉദാഹരണം, പാവപ്പെട്ട നമ്മുടെ അഫ്ഗാനിസ്ഥാനിലെ വിദേശകാരനെ മുത്തലാഖ് ഇവിടെ 2 ആഴ്ചയ്ക്ക് മുമ്പ് വന്നിട്ട് പോയല്ലോ, വലിയ കവറേജൊന്നും ആരും കൊടുത്തില്ല. ഞാൻ തന്നെ എവിടെയോ ലെൻസ് വെച്ച് നോക്കിയപ്പോൾ കണ്ടു ഒരു ന്യൂസ്. അപ്പോൾ ഇത് ഇപ്പം നമ്മുടെ ഉഷ വാൻസ് ഇവിടെ വന്നു. അപ്പം വാൻസ് കുട്ടികളും ആനയെടുത്ത് പോയി സംസാരിക്കുന്നതും എല്ലാം നമ്മൾ അറിഞ്ഞതെങ്ങനെ? മീഡിയ വഴിയാണ്. അപ്പോൾ മീഡിയ ഇപ്പം നമ്മുടെ പുടിൻ വരുമ്പം കെട്ടിപ്പിടിക്കുന്നതും അവരുടെ പുടിൻ മറ്റേ അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും സ്വിങ് ചെയ്തുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള നടത്തവും ഇതെല്ലാം നമുക്ക് പരിചയം വരുന്നത് മീഡിയ വഴിയാണ്. അപ്പോൾ ഈ ഡെസിമിനേഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിലും വാർ സ്ട്രാറ്റജിയിലും എല്ലാം. അതിൽ നമ്മൾ വളരെ പോറായതുകൊണ്ടാണ് ശശി തരൂർ സാറ് OYC സാറ് ഹൈദരാബാദിൽ നിന്നുള്ള ജയശങ്കർജി ഇങ്ങനെ 8 ടീം പോയി. അപ്പോൾ ഈ ശശി തരൂർ സാറിൻ്റെ സ്പീച്ച് നമ്മൾ TV കൂടെയൊക്കെ കണ്ടു. സത്യമാണ്, എക്സലൻറ്റ് സ്പീച്ച്, ഔട്ട്സ്റ്റാൻഡിങ് സ്പീച്ച്, പറയേണ്ടതെല്ലാം പറഞ്ഞു. പിന്നെ ആ തുടക്കം തന്നെ അത് ഗംഭീരമായിരുന്നു. അത് ജയശങ്കർജിയുടെ ബുദ്ധിയാണോ അതോ നമ്മുടെ തരൂർജിയുടെ ബുദ്ധിയാണോ എന്ന് പറഞ്ഞുകൂടെ. ആ തുടക്കം നമ്മുടെ ന്യൂയോർക്കിലെ മറ്റേ ട്വിൻ ടവർ താർത്ത് അവിടെ ഒരു റീത്തൊക്കെ വെച്ച് ടെററിസത്തിന് അഗൻസ്റ്റായിട്ടുള്ള ആ സിംബോളിക്കായിട്ടുള്ള ഇന്ത്യയുടെ തരൂർജിയുടെ നടപടി അത് ഭയങ്കരമായിപ്പോയി. അത് ഡിസ്ക്രൈബ് ചെയ്യാൻ എന്ത് എഫക്റ്റീവാണ്. അവിടെ നിന്നാണ് തുടക്കം. പിന്നെയാണ് നമ്മൾ പാകിസ്ഥാൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എക്സലൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ജോബൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് ബ്രീഫ് ചെയ്യുന്ന പോലെ സംസാരിക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറം ചാടി ചെയ്യാൻ അദ്ദേഹത്തിന് ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു ഡു സച്ച് തിങ്സ്. അതേപോലെ തന്നെ OYC എക്സലൻ്റായിട്ട് ഈ സൗദിയിലൊക്കെ പോയി സംസാരിച്ചു, എക്സലൻ്റായിട്ട്. എനിക്ക് ഇവർ ഈ 3 പേരുമാണ് ഭയങ്കര എക്സലൻ്റ് വർക്ക് ചെയ്തത്. ജയശങ്കർജി, തരൂർജി, OYCജി എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു ആഗ്രഹം അദ്ദേഹത്തെ അമേരിക്കയുടെ അംബാസഡറായിട്ടോ റഷ്യയുടെ ഇന്ത്യയുടെ അംബാസഡറായിട്ടോ ഈവൻ യുണൈറ്റഡ് നേഷൻസിലെ പെർമനൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആക്കി OYCയെ പോസ്റ്റ് ചെയ്ത് ഒരു സ്വീറ്റ് റിവഞ്ച് ഇന്ത്യക്കെതിരായിട്ടുള്ള അവർക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ശശി തരൂർ സാർ, കമ്മിങ് ബാക്ക് ടു ശശി തരൂർ സാർ സ്പീച്ചെല്ലാം കൊള്ളാമായിരുന്നു. പറയേണ്ട കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗയാനയിൽ പോയത്, നമ്മുടെ 15 മെമ്പർ സെക്യൂരിറ്റി കൗൺസിൽ മെമ്പറാണ് ഗയാന. അതുകൊണ്ടാണ് ഗയാന എടുത്ത് പോയത്. അവിടെ ഇന്ത്യൻസ് ആണ് ഭരണത്തിൽ. ഗയാന ഒരു ഓയിൽ പവറാണ്. എല്ലാവരും ഓയിൽ തന്നില്ലെങ്കിലും ഇന്ത്യക്ക് ഗയാന ഓയിൽ തരും. നമ്മുടെ ഒരു സോഴ്സാണ്. ഗയാനിൽ നല്ല സ്പീച്ച് നടത്തി, പനാമയിൽ നല്ല സ്പീച്ച്. ഇതെല്ലാം ശരി. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദിസ് നമുക്കൊരു വലിയ ലാക്കുണ. എനിക്ക് വലിയ വിവരമൊന്നുമില്ല, ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ തോന്നുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതൊക്കെ വരുന്നത് നമ്മുടെ രാജ്യസ്നേഹം, ഔട്ട് ഓഫ് പാട്രിയോട്ടിസം വരുന്ന കൺസേണിൻ്റെ ഭാഗമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാൻസ് ഇവിടെ വന്നതും പുട്ടിനെ കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ മീഡിയയാണ് കൊണ്ടുവരുന്നത്. ഈ ശശി തരൂറിൻ്റെ സ്പീച്ചും ഈ OYCയുടെയും ഈ രാജ്യങ്ങളിലൊക്കെ പോയിരുന്നല്ലോ, മേജർ കൺട്രീസ്, ജപ്പാൻ, റഷ്യ, USA, UK, ഫ്രാൻസ്, ഇവിടെ എല്ലാം ഡെലിഗേഷൻ പോയല്ലോ. പോയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം
പറയുക, അവിടുത്തെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൻ്റെ അടുത്ത് പോയി ഇന്ത്യൻ എംബസിയിൽ കോൺഫറൻസ് നടത്തിയിട്ട് കാര്യമില്ല. ആ കോൺഫറൻസ് ശശി തരൂർ സാറിൻ്റെ സ്പീച്ച് എത്ര പേര് USA കണ്ടു എന്ന് ചോദിച്ച് നമ്മുടെ ഇന്ത്യക്കാരെ കേൾപ്പിക്കാൻ, ഇവിടെയുള്ള ഇന്ത്യക്കാരെ കേൾപ്പിക്കാനല്ലല്ലോ ശശി തരൂർ സാറിന് അങ്ങോട്ട് അയച്ചത്. അവിടുത്തെ ചിന്താധാര മാറ്റാൻ വേണ്ടിയാണ്. ഇപ്പം നമുക്കത് വലിയൊരു കാര്യമാണ്. പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചു, ഇന്ത്യ തകർത്തു, അതൊക്കെ നമുക്ക് വലിയൊരു വിഷയമാണ്. പക്ഷേ USA കോമൺ മാൻ അതൊരു വിഷയമല്ല. അവർക്കിതൊന്നും ഒരു വിഷയമേ അല്ല. എൻ്റെ ചില ബന്ധുക്കളൊക്കെ USA എൻ്റെ ഫ്രണ്ട്സുണ്ട്. ഞാൻ റെഗുലറായിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അവർ പറഞ്ഞ് എന്തോന്ന് ഇവിടെ എങ്ങൊന്നുമില്ല, ഇവിടെ പാകിസ്ഥാനികൾ നമ്മളെ കോക്രി കാണിക്കുകയാണ്, പിന്നെ കളിയാക്കി ചിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ഇങ്ങനെ അത് പറഞ്ഞാൽ മതിയോ, നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ, ഇവിടെ ഒരിടത്തും ഇല്ല, മീഡിയയിലില്ല, ഒന്നുമില്ല. ഇപ്പോൾ ശശി തരൂർ സാറിൻ്റെ സ്പീച്ച് ഞാൻ ഈ ലാക്കുണയാണ് പറയുന്നത്. നമുക്ക് വാർ സ്ട്രാറ്റജിക് ഇൻഫർമേഷൻ ഡെസിമിനേറ്റ് ചെയ്യുന്ന മേജർ ലാക്കുണയാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ ഇന്ത്യൻ ഫോറിൻ സർവീസ് പേഴ്സണൽക്കും കൂടെ ഉള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അവരെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ എപ്പോഴും പറയും. ഈ ശശി തരൂർ സാറിൻ്റെ സ്പീച്ച് പനാമയിൽ നടത്തിയതും ഗയാനെ നടത്തിയതും US ന്യൂയോർക്കിലും ഒക്കെ വാഷിങ്ടൺ DC സംസാരിച്ചത് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അസോസിയേറ്റഡ് പ്രസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ലീഡിങ് മീഡിയയാണ്, TV ന്യൂസ്, പ്രിൻ്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ. ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ABC റിപ്പോർട്ട് ചെയ്തിട്ടില്ല, USA നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു ചാനലും പിന്നെ ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റും നമ്മൾ മിണ്ടായിരിക്കണമാണ് നല്ലത്. ഈ ടോട്ടലി അഗൻസ്റ്റാണ്. നമ്മുടെ ഒരു കാര്യവും അവർ ചെയ്യില്ല. ശരി, അങ്ങനെ ആണെങ്കിൽ പോലും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതല്ല, ഈ ലോബിങ്, പിന്നെ ഇങ്ങനത്തെ പ്രസ് കോൺഫറൻസ്, ഇങ്ങനെയൊക്കെ പല സംഗതികൾ ചെയ്താൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയുള്ളൂ അവിടെ. ഇപ്പോൾ USA കോമൺ മാനിന് ഇതിനെപ്പറ്റി യാതൊരു ഇല്ല. ഇപ്പോൾ USA കോമൺ മാൻ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്, ആഹാരം കഴിക്കുന്നതിൻ്റെ ഇടയിൽ TV കാണും. യുമോറി ഷിംബോൺ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, യുമോറി ഷിംബോൺ ലോകത്തിലെ ഏറ്റവും വലിയ പത്രമാണ് ജപ്പാനിലെ. ജപ്പാൻ ഡിപ്ലോമാറ്റ്സ് നമ്മളെ കെട്ടിപ്പിടിച്ചു, ഇന്ത്യയോടെ ഞങ്ങൾ പാറ പോലെ ഉറച്ചു നിൽക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ജാപ്പാനീസിന് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടല്ലോ. ജാപ്പാനീസ് 12 കോടിയോളം ഉണ്ട്, ക്ലോസ് ടു 15 crore. അതിലൊരു 10%, 20% പേർക്കും ഇന്ത്യ ചെയ്തതൊന്നും അറിഞ്ഞൂടാ, പാകിസ്ഥാൻ ചെയ്തത് മാത്രമേ അവർക്കറിയാവൂ. അപ്പോൾ അതിനകത്തില്ല. ജാപ്പാനീസ് പത്രമാണ്, അത് ഇംഗ്ലീഷല്ല. അതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജാപ്പാനീസ് മീഡിയ കവർ ചെയ്തില്ല എന്ന് സത്യമാണ്. ഡിപ്ലോമാറ്റ്സ് നമ്മളെ കൂടെ നിന്നു. പക്ഷേ വേറെ ചില രാജ്യങ്ങളിൽ നമ്മൾ വ്യാപകമായ തോതിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തതിനേക്കാളും ഭയങ്കരമായിട്ട് റിപ്പോർട്ട് ചെയ്തു. റഷ്യയിൽ TV ചാനലും പ്രിൻ്റ് മീഡിയയൊക്കെ, അത് ചിലപ്പോൾ പുട്ടിനും മോഡിജിയും തമ്മിലുള്ള ഇരിപ്പോശം കൊണ്ടായിരിക്കാം, എന്നാലും അവർ ചെയ്തു. അതാണ് നമുക്ക് വേണ്ടിയിരുന്നത്. അതായത് ബ്രഹ്മോസ് മിസൈൽ എന്ത് ചെയ്തു, ആകാശ് മിസൈൽ എന്ത് ചെയ്തു, പിന്നെ നമ്മുടെ S-400 എന്ത് ചെയ്തു, അതൊക്കെ അവർ ഭയങ്കര ഹൈലൈറ്റാക്കി വ്യാപകമായ തോതിൽ റഷ്യയിൽ പ്രചരിപ്പിച്ചു. അതാണ് we need such things exactly about India. അപ്പോൾ റഷ്യൻസിന് ഒരു 20% എങ്കിലും റഷ്യൻസിന് മനസ്സിലായി എന്താണ് അവിടെ നടന്നത്. അതുപോലെ ഫ്രാൻസിൽ ഒരു വ്യാപകമായ തോതിൽ നല്ല കവറേജ് കൊടുത്തു. അപ്പോൾ റഫേൽ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, റഫേൽ ഭയങ്കര എഫക്റ്റീവായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവിടെ നല്ല ഇതുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ജപ്പാൻ മീഡിയ അഡ്രസ് ചെയ്തില്ല പറയുന്നു, US അഡ്രസ്സിങ് പ്രോപ്പറായിട്ട് നമുക്കുള്ളൊരു വിസിബിലിറ്റി കിട്ടില്ല എന്ന് സാർ പറയുമ്പോൾ വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ബാക്കിയാണ്. അത് പാകിസ്ഥാൻ ലോബിങ് എന്നൊരു സിംഗിൾ ടേമിൽ നമുക്കതിനെ ഒതുക്കാൻ പറ്റും? അല്ല, പാകിസ്ഥാൻ ലോബിങ് ഉണ്ട്, അത് ഭയങ്കര പവർഫുള്ളാണ്. അങ്ങനെ ഒരു നമ്മളെ ഇന്ത്യക്ക് ഭയങ്കര പവർഫുള്ളാണ്. അവർക്ക് കിട്ടുന്ന പൈസ, ഈ ബെഗ് ചെയ്ത് കിട്ടുന്ന അല്ലെങ്കിൽ സ്റ്റീൽ ചെയ്ത് കിട്ടുന്ന പൈസ എല്ലാം അവന്മാർ വളരെ എഫക്റ്റീവായിട്ട്
പാകിസ്ഥാൻ ലോബി ഇത് ഇന്നലെയും തുടങ്ങിയല്ലോ. എത്ര നാളുകൊണ്ട് പാകിസ്ഥാൻ ലോബിങ് ഉണ്ടെന്നാണ് കോൺഗ്രസ്. അവർക്ക് പൈസ കിട്ടിയാൽ മതി, സെനറ്റ് മെമ്പറും കോൺഗ്രസ്മാനും ഒക്കെ. അപ്പോൾ അമേരിക്കയുടെ പൈസ തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവർ വിചാരിക്കും ഞങ്ങളല്ലേ പാകിസ്ഥാൻ്റെ പൈസ കൊടുത്ത്, ആ പൈസ ഞങ്ങൾ തിരിച്ചു വാങ്ങിയാൽ എന്താ കുഴപ്പം. പിന്നെ ഇന്ത്യക്കാരൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇന്ത്യക്കെതിരായിട്ട് സംസാരിക്കാതെ ഞങ്ങൾ ചെയ്യും. അതെല്ലാം പെട്ടെന്ന് ശശി തരൂർ സാറിനെ അയച്ച് മാറ്റാൻ പറ്റില്ല. അത് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്ട്രാറ്റജിസ്റ്റ് ആണ് ചെയ്യേണ്ടിയിരുന്നത്. തിങ്ക് ടാങ്ക്സ്. ഇപ്പോൾ ജപ്പാൻ നമ്മളെ കൂടെയാണ്, റഷ്യ നമ്മളെ കൂടെയാണ്, ഫ്രാൻസ് നമ്മളെ കൂടെയാണ്. എന്തുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിലൊരു കാര്യം, ഫ്രാൻസും റഷ്യയും ഭയങ്കരമായിട്ട് ഡെസമിനേറ്റ് ചെയ്തു, ജനങ്ങളെ മനസ്സിലാക്കിക്കാൻ അവർ ശ്രമിച്ചു. എനിക്ക് കിളി പോയി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായി ബ്രിട്ടനിൽ. BBC ഗാർഡിയൻ, ഞാൻ BBC എൻ്റെ വീട്ടിൽ സ്ക്രാപ്പ് ചെയ്തിരിക്കുകയാണ് 25 വർഷമായി. നമുക്കെതിരായിട്ട് എപ്പോഴും ഭയങ്കര റേസിസ്റ്റ് ഒരു ഓർഗനൈസേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു എപ്പോഴും BBC. അപ്പോൾ ഗാർഡിയൻ, BBC, പിന്നെ തിങ്ക് ടാങ്ക്സ് ബ്രിട്ടനിൽ അവരെല്ലാം വന്ന് ഇന്ത്യ അങ്ങ് ഭയങ്കരമായിട്ട് പ്രകീർത്തിക്കും, പാകിസ്ഥാൻ നുണപ്രചരണങ്ങളാണെന്ന്. അത് റഷ്യ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല, നുണപ്രചരണങ്ങളാണ് നടത്തുന്നതെന്നൊക്കെ പറഞ്ഞ് അവരുടെ തിങ്ക് ടാങ്ക്സ് ഡിസ്കഷനിൽ വന്നു TV-യിൽ. അതൊരു വലിയൊരു സംഭവമാണ്. അതെന്താണ് ബ്രിട്ടൻ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ അത് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെയുള്ളൂ. അതേസമയം ഇന്നലെ പാകിസ്ഥാൻ വേൾഡ് വൈഡ് അവർ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. വേൾഡ് വൈഡായിട്ട് 2 എക്സ്പെർട്സ് വന്ന് ടൈ ഒക്കെ കെട്ടി, 3 പീസ് സൂട്ടൊക്കെ ഇട്ട് ടൈയുമൊക്കെ കെട്ടി നല്ല കുട്ടപ്പന്മാർ 2 പറയണം മൊത്തം കള്ളമാണ്. അത് ബോഡി ലാംഗ്വേജ് അവന്മാരെ വലിയ ബുദ്ധിയൊന്നും വേണ്ടത് മനസ്സിലാക്കാനുള്ള. ചൈനീസ് മിസൈൽ അങ്ങനെ ചെയ്തു, ഞങ്ങൾ 3 റഫേൽ ജെറ്റിനെ ഞങ്ങൾ വീഴ്ത്തി, ഒരു MiG-29, പിന്നെ ഒരു മിറാജ് 2000, ഞങ്ങൾ 6 എയർഫോഴ്സ് ജെറ്റ്സിനെ, ഇന്ത്യൻ എയർഫോഴ്സിനെ വീഴ്ത്തി. അതിൽ ഒരു പൈലറ്റ് ചത്തുപോയി, പിന്നെ മറ്റേ 5 പേര് ചികിത്സയിലാണ്, 2 പേര് സീരിയസ് ആണ്. പിന്നെ നമ്മുടെ പൈലറ്റ്സിൻ്റെ പേര്, എല്ലാം കള്ളമാണ്. പൈലറ്റ്സിൻ്റെ സർവീസ്, അത് ഈ റിലയബിലിറ്റി തോന്നിക്കാനായിട്ട് ഉമ്മാർ ചെയ്യുന്നതാണ്. ഈ പിന്നെ സർവീസ് നമ്പറുണ്ട്, അത് പിന്നെ റാങ്ക്, ഇതെല്ലാം വെച്ചിട്ട് ഭയങ്കര ഒരു പത്രസമ്മേളനമായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഉടനെ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ചീഫ് തൊട്ടപ്പുറത്ത് വന്നു. അപ്പം ഞാൻ വിളിച്ചു, ഇതാ വരുന്നു മറുപടി. എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്, സർദാർജി, മിസ്റ്റർ സിംഗ് ജിയോട് എനിക്ക് സ്നേഹവും അങ്ങ് എത്തത്തതുകൊണ്ട്. പക്ഷേ അദ്ദേഹത്തിനെയൊക്കെ ആരോ കെട്ടിയിരിക്കുന്ന പോലെ. അദ്ദേഹമാണ് ഒരു 3 മാസം മുമ്പ് പറഞ്ഞത്, ഔട്ട്സ്പോക്കണായി എന്ന് ഞാൻ പറയില്ല, ചിലർ പറഞ്ഞ് ഔട്ട്സ്പോക്കണായി പോയെന്ന്. നമുക്ക് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് വാർ പ്ലെയിൻസ് ഇല്ല, നമുക്ക് സ്ക്വാഡ്രൺ കുറവാണ് എന്ന് അദ്ദേഹം കയറി പറഞ്ഞോളാം. അത് അദ്ദേഹത്തിൻ്റെ ഔട്ട് ഓഫ് ഹെൽപ്ലെസ്. ഞാൻ ആരെയും ക്രിട്ടിസൈസ് ചെയ്യുന്നല്ല, പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റൂ. അദ്ദേഹം പറഞ്ഞതാണ്, അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ച് പറയും, ഈ പാകിസ്ഥാൻകാർക്ക് ഇപ്പം മറുപടി കൊടുക്കും. ഒന്നും പറഞ്ഞില്ല, ഇതിനെപ്പറ്റിയൊന്നും ഒരു അക്ഷരം വേണ്ടിയില്ല. അദ്ദേഹം ജനറലായിട്ടുള്ള അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഒരു സ്പീച്ചാണ്. ആർമി ചീഫ് വന്നില്ല, നേവി ചീഫ് വന്നില്ല, എയർഫോഴ്സ് ചീഫ് മാത്രമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാനല്ല നമ്മൾ ആരെ കൺവിൻസ് ചെയ്യാനാണ്, വേൾഡിൽ ആരെ കൺവിൻസ് ചെയ്യാനാണ്. റഷ്യക്ക് ചെയ്യാം, ഇഷ്ടമുള്ള പറയാം. ഇസ്രായേലിന് ചെയ്യാം, ഇഷ്ടമുള്ള പറയാം. പിന്നെ നമുക്ക് മിണ്ടിക്കൂടാം. അത് എന്ത് ന്യായമാണ്? അത് നമ്മുടെ അധികാരികൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. പറയണം, പാകിസ്ഥാനെ ടെററിസ്റ്റ് സ്റ്റേറ്റായിട്ട് ഡിക്ലെയർ ചെയ്യണം. മറ്റവൻ പൊളിഞ്ഞ് നാശമായി പാകിസ്ഥാൻകാരൻ. അവൻ ജോളിയായിട്ട് വന്ന് ചൂങ്കം തിന്നില്ല, ആ രീതിയിൽ കാണാൻ നിൽക്കുന്നത്. അതൊരു സ്ട്രാറ്റജിയാണ്. ഗീബൽസ് പറഞ്ഞിട്ടുണ്ട് പണ്ട്, ആദ്യം ഒരു കള്ളം പറയുക, പച്ച കള്ളമായിരിക്കും, 10 പ്രാവശ്യം പറയുമ്പോൾ അത് ഫാക്റ്റാവും. അതേപോലെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഞങ്ങൾ 6 തറയിട്ടു, അതിൽ ഒരു പൈലറ്റ് തട്ടിപ്പോയി, അയാൾ മറിച്ചാണ്. അപ്പോൾ ഇതിന് നമ്മൾ കൗണ്ടറായിട്ട് എന്ത് ചെയ്യുന്നു? ശശി തരൂർ സാർ അദ്ദേഹത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഈ വെളിയിലുള്ള മീഡിയ കവറേജ് ഒന്നുമില്ല. മീഡിയയ്ക്ക് കൊടുക്കേണ്ടെന്നാണോ, TV ചാനലിൽ നമ്മളെപ്പറ്റി ഒന്നും പറയേണ്ടെന്നാണോ നമ്മളിവിടെയുള്ള തിങ്ക് ടാങ്ക്സ് വിചാരിക്കുന്നത്? എല്ലാം PM ചെയ്യണം, എല്ലാം ജയശങ്കർ ചെയ്യണം, ഡിഫൻസ് മിനിസ്റ്റർ ചെയ്യണം.
സാർ എന്നോട് ഞാനൊരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ചർച്ച നടത്താൻ പോകും. അതായത് ഏറ്റവും പ്രധാനമായി ശശി തരൂരിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. 2016 ഇന്ത്യ ആദ്യമായി ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്ത് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുന്നത്. നമുക്ക് ഉറി അറ്റാക്ക് ഉണ്ട്, അതിനുശേഷം പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി ബാലക്കോട്ട് അറ്റാക്ക് നമ്മൾ ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയം കോൺഗ്രസിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട എതിർപ്പ് 2016 മുൻപ് തന്നെ ഒരുപാട് അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ട്. ശശി തരൂർ BJPയുടെ സ്പോക്ക് പേഴ്സണായി മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. എന്താണ് അതിനെക്കുറിച്ചുള്ള താങ്കളുടെ ഒരു ഒബ്സർവേഷൻ? എന്താണ് അതിന്റെ ഫാക്ട്? അതിന് മുൻപ് അറ്റാക്ക് നടത്തിയിട്ടുണ്ടോ, അതിനുശേഷം ആണോ അറ്റാക്ക് നടന്നിട്ടുള്ളത്? BJP സർക്കാർ മാത്രമാണോ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ക്ലെയിം എന്തെങ്കിലും ഒരു റിലയബിലിറ്റി? അത് പിന്നെ അങ്ങനെ ഒരു മീഡിയ ടോക്ക് ഇങ്ങനെ വരാൻ കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ സോർഡിഡ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് കൊണ്ടാണെന്ന് ഞാൻ പറയും. നമ്മളിങ്ങനെ ആയിപ്പോയി. പിന്നെ ഇതുപോലുള്ളൊരു വാർ സമയത്ത് ലോകത്ത് എവിടെയായിരുന്നല്ലോ, ഇസ്രയേലിനാണെങ്കിൽ പോലും ഇസ്രയേലിൽ ഇതേപോലത്തെ സീരിയസ് വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവസാനം ബെഞ്ചമിൻ നെതന്യാഹുവിന് അവിടെയുള്ള ഓപ്പോസിഷൻ സപ്പോർട്ട് ചെയ്യും. ആദ്യം ജീത്തയൊക്കെ പറയും അയാൾ കറപ്ഷൻ അലിഗേഷൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ തന്നെ. പക്ഷേ ഇസ്രയേലിൻ്റെ സ്ട്രാറ്റജിക്കായിട്ടുള്ള അവരുടെ സർവൈവലിൻ്റെ പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒന്നാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫ്രം ടൈം മെമ്മോറിയൽ ഇറ്റ് സെൽഫ്, അലക്സാണ്ടറുടെ കാലത്തിന് മുമ്പേ നമ്മളിങ്ങനെയാണ്, നമ്മൾ നന്നാവില്ല. ശശി തരൂർജി USA പോയത് BJPയുടെ സ്പോക്സ് പേഴ്സണായിട്ടല്ല. അദ്ദേഹം പോയത് ഈസ് എ ട്രൂ ബ്ലൂ ഇന്ത്യൻ പേട്രിയോട്ടായിട്ടാണ്. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ്, MP ആണ്. അപ്പം ഞാനല്ലല്ലോ തരൂർജി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വെയിറ്റ് ഉണ്ട്, അദ്ദേഹം പറയുന്ന കാര്യങ്ങളും പിന്നെ അദ്ദേഹത്തിനുള്ള ഇൻ്റർനാഷണൽ ഇതും. അപ്പോൾ അത് നമ്മുടെ PM വിചാരിച്ചു, അല്ലെങ്കിൽ ജയശങ്കർജി വിചാരിച്ചു വി ഹാവ് ടു യൂട്ടിലൈസ് തരൂർ എന്ന് അത് ചെയ്തതാണ്. അദ്ദേഹം പോയത് BJPയുടെ വോട്ട് കൂട്ടാനോ കോൺഗ്രസിൻ്റെ വോട്ട് കുറയ്ക്കാനോ ഒന്നുമല്ല. അദ്ദേഹം പോയി ഇൻ്റർനാഷണൽ പൊളിറ്റിക്സാണ് സംസാരിച്ചത്. അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തത് അതിലാണ്, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഡിപ്ലോമസി, അതിലാണ് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തത്. അത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം അവിടെ പോയി ചെയ്തു. അത് പിന്നെ മനുജ പറഞ്ഞത് ശരിയാണ്. ഒരു വിഷയം അതിൽ പൊങ്ങി വന്നതായിട്ട് ഞാൻ കണ്ടു. 2016 മുന്നേ തരൂർജി സംസാരിച്ചപ്പോൾ 2016 മുന്നേ അതിന് ശേഷം മാത്രമേ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് പോയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക്, ഞാൻ വീണ്ടും പറയുന്നത്, എനിക്ക് ഐ ആം വെരി അപ്പൊളിറ്റിക്, രാഷ്ട്രീയമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, പക്ഷേ ഫാക്ട്സ് ആർ ഫാക്ട്സ്, അത് പറയണമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്തു. അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്തത് വെറും പെരിന്തച്ചൻ കോംപ്ലക്സാണ്. അത് ശശി തരൂർജി പറഞ്ഞത് 90% കറക്റ്റാണ്. കയറിയിട്ടുണ്ട് നമ്മൾ. അത് ഇന്ദിരാജി ഇരുന്നപ്പോഴാണ്. അവർ ഭയങ്കര മിടുക്കിയായിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്ററായിരുന്നു. ഞാൻ ഐ വിൽ ഓൾവേസ് അപ്രീഷിയേറ്റ്. അപ്പോൾ അതിനുശേഷം കയറിയിട്ടില്ല, സത്യമാണ് പറഞ്ഞത്. ഈ 16 ശേഷം മോഡിജി വന്ന ശേഷം ബോർഡർ, ഞാനിപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് ഈ ലാക്കുണയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇന്ത്യയെപ്പറ്റി ഭാരതത്തെപ്പറ്റി ഇൻ്റർനാഷണൽ സെനോറിയോ, ഇൻ്റർനാഷണൽ വേൾഡിലെ പ്രസ്സിൽ, മീഡിയയിൽ ഇന്ത്യയെപ്പറ്റി പറഞ്ഞത് വൂണ്ടഡ് ജക്കാളാണ് ഇന്ത്യൻസ്. ഇന്ത്യ ഈസ് എ വൂണ്ടഡ് ജക്കാൾ ഹൂ ഈസ് കോർണേഡ്, who stands there snarling and growling. It will never harm, it will never do anything against anyone. ജക്കാളാണ്. കറക്റ്റായിരുന്നു. അത് മാറ്റി നമ്മൾ ടൈഗറാണ് എന്ന് PM നമ്മുടെ ആ ടീം, ആ 10 പേരടങ്ങുന്ന ആ എലൈറ്റ് ടീം, ആ ടീം കാണിച്ചു കൊടുത്തു. അത് തരൂർജി പറഞ്ഞത് വളരെ കറക്റ്റാണ്. വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ഇന്ദിരാജി ചെയ്തു. ഇന്ദിരാജിക്ക് ശേഷം പിന്നെ ചെയ്തത് ഇപ്പോഴാണ്, ഈ മോഡിജി വന്ന ശേഷമാണ്. അതൊരു സത്യമായ കാര്യമാണ്. ഫാക്ട്സ് അല്ലാതെ എങ്ങനെയാവും? അത് പെരിന്തച്ച കോംപ്ലക്സ് കൊണ്ട് ചുമ്മാ ഈ തരൂർജി പോയതിനെ അതിൻ്റെ മാറ്റ് കുറയ്ക്കാൻ വേണ്ടി ആരോ കണ്ടുപിടിച്ച തന്ത്രമാണ് മാത്രം കണ്ടാൽ മതി. എന്തായാലും
ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ശശി തരൂർ അടക്കമുള്ള ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ ഇന്ത്യയുടെ അഭിപ്രായം, ഇന്ത്യയുടെ ഇനി പാകിസ്ഥാനോടുള്ള നിലപാട് വ്യക്തമാക്കാൻ വിവിധ ലോകരാഷ്ട്രങ്ങൾ പോകുന്നു, സന്ദർശിക്കുന്നു, സംസാരിക്കുന്നു. ശശി തരൂരിന് പ്രത്യേകമായ ഒരു നിരീക്ഷണ പാഠവും സംസാര വൈഭവവും ഒക്കെ ഉള്ളത് കൊണ്ടും അദ്ദേഹത്തിന് എക്സെപ്ഷണലായി ഒരു കാലിബറുള്ള ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവായതുകൊണ്ടും അദ്ദേഹത്തിന്റെ സംസാരങ്ങളൊക്കെ ലോകം വീക്ഷിക്കുന്നുണ്ട്. അതിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോയ ഒരുപാട് വിഷയങ്ങൾ ഗോപാലകൃഷ്ണൻ സാർ നമ്മോട് സംസാരിച്ചു. ഇതിലും ഒരുപാട് നന്ദി സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വന്ദേ മാതരം.